ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞേ ഇതുപോലെ എല്ലാവരുടെ അടുത്തും സംസാരിക്കരുത്, എല്ലാ വീട്ടിലും പോരുതെന്ന്. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും അമ്മ അനുസരിക്കില്ലല്ലോ. ജ്യോതി ചേച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടാ. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്, ഇതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഒരു പൊടി പോലെയാണ്, അത് കുടഞ്ഞു കളയുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഓരോ ആഴ്ചയും ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സ്ത്രീകളുടെ ഇടയിൽ ഉണർവുണ്ടാകണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ ഈ പരിപാടി കർത്താവ് തന്നെ ആരംഭിച്ച ഒന്നാണ്. ഓരോ ആഴ്ചയും കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ നൽകി അവൻ അനുഗ്രഹിച്ചു വരികയാണ്. ഇന്നത്തെ പരിപാടിയിൽ പൊടി കുടഞ്ഞു കളക, എഴുന്നേറ്റിരിക്ക എന്നുള്ള തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. നാം ഉണരണം, അവനു വേണ്ടി നാം പ്രകാശിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സമായി നമ്മെ പിറകോട്ട് വലിക്കുന്ന അനേകം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ വീണാലും വീണ സ്ഥലത്ത് തന്നെ തളർന്നുപോയി കിടക്കാതെ വീണ്ടും നാം എഴുന്നേറ്റ് മുന്നേറേണ്ടതാണ്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതിമാന്മാരാക്കപ്പെട്ട നമ്മളും പൊടിയെല്ലാം കുടഞ്ഞുകളഞ്ഞ് കർത്താവിനായി എഴുന്നേറ്റ് മുന്നോട്ടു പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിജയം മാത്രം കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ചേച്ചി, എടി ജ്യോതി, എന്താ ചേച്ചി? അവസാനം നീ എന്റെ മോക്കിട്ട് തന്നെ പണി കൊടുത്തല്ലേ? എന്താ ചേച്ചി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ലടി, മനസ്സിലാവില്ല, നിനക്കൊന്നും മനസ്സിലാവില്ല. ആന്റി ആന്റി എന്തൊക്കെയാ പറയുന്നത്? എന്ത് പറയാനാ, ഞാൻ എന്താന്നാ പറയാ? നിന്റെ അമ്മ എന്റെ മോളെ പറഞ്ഞു മയക്കി കർത്താവിനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളുടെ കുടുംബത്ത് വഴക്കുണ്ടായി. വിഷം കഴിച്ചിന്ന് ചാകാൻ കിടക്കുകയാണ് എന്റെ മോള്. നിന്നെ ഞാൻ വിശ്വസിച്ചതല്ലേ, എന്നോട് ഇത് വേണ്ടായിരുന്നു. ചേച്ചി, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല ചേച്ചി. ചേച്ചിയുടെ മോളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേച്ചിയോട് ഞാൻ സംസാരിച്ചിട്ടുള്ളതല്ലേ. ഒരു ദിവസമെങ്കിലും മതം മാറാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞേ. എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ മോളോട് നീ പറഞ്ഞിട്ടുണ്ടേ. നല്ലത് പറയാന്നും പറഞ്ഞ് ഇന്ന് നീ അവളെ കൊലയ്ക്ക് കൊടുത്തില്ലേടി? ആന്റി, അമ്മ അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? ദേഷ്യം വരുന്നല്ലേ? ആ, എന്റെ മോൾ അവിടെ ചാവാൻ കിടക്ക, നിങ്ങക്ക് ദേഷ്യം വരുന്നു അല്ലേ? എന്തുകൊണ്ട് വരില്ല? അതെന്റെ മോളല്ലേ? ആ,
ഈ അവസ്ഥ നിന്റെ മോക്കുണ്ടായാലേ അറിയൂ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല ആന്റി. ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറയുന്നില്ല. നിന്റെ അമ്മയാ എന്റെ മോളോട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞത്. ചേച്ചി, ചേച്ചിയുടെ മരുമകനോട് സംസാരിച്ചോ? അവൻ എന്റെ ഫോൺ പോലും എടുക്കത്തില്ലല്ലോ. അവൻ ഫോൺ എടുത്താ അവനോട് 4 വാക്ക് ഞാൻ ചോദിച്ചിട്ടേ അടങ്ങൂ. എടാ, നീ വഴക്ക് പറയേണ്ടത് ആ ജ്യോതിയല്ലേ? അത് വിട്ടിട്ട് എന്തിനാ എന്റെ മോളെ തല്ലിയെന്ന് ചോദിക്കണം. ഞാനിപ്പോ ആശുപത്രിയിലേക്കാ പോകുന്നത്. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കാണിച്ചു തരാം ഞാൻ. അവൾക്ക് എന്തേലും പറ്റിയാലുണ്ടല്ലോ, ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, ഇതുപോലെ എല്ലാവരുടെ അടുത്തും സംസാരിക്കരുത്, എല്ലാ വീട്ടിലും പോരുതെന്ന്. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും അമ്മ അനുസരിക്കില്ലല്ലോ. കർത്താവ് പറയാതെ അമ്മ ആരുടെ വീട്ടിലേക്ക് പോകാറില്ല മോനെ. ആരോടും ഞാൻ സംസാരിക്കുകയില്ല. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അവരുടെ കുടുംബം തന്നെ തകർന്നു പോയേനെ. ഇപ്പൊ തകർത്ത് കളഞ്ഞ അമ്മയല്ലേ. ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ശരിക്കും ഞെരിപ്പാണല്ലോ. എന്താ ചേച്ചി ഇത്? നിങ്ങളുടെ മോൾ എന്ത് പണിയാ കാണിച്ചത്? അല്ല, ശരിക്കും എന്താ പ്രശ്നം? അറിയില്ല മോനെ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം ചേച്ചി. നിനക്കറിയാന്നോ? എന്തൊക്കെയാ നീ പറയുന്നേ? അതെ ചേച്ചി, പക്ഷേ പറഞ്ഞ ചേച്ചി വിശ്വസിക്കുമോന്നറിയില്ല. എന്താ ചേച്ചി, നിങ്ങളുടെ മോള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് കുറച്ചു നാൾ മുമ്പാ ജ്യോതി ചേച്ചിയെ പോയി കണ്ടത്. നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരണമെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മാറണം, നിന്റെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അവൾ അങ്ങനെ പറഞ്ഞു? അത് നിങ്ങളുടെ മരുമോന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ വലിയ പ്രശ്നമായി. അവസാനം നിങ്ങളുടെ മോൾക്ക് വിഷം കഴിക്കേണ്ടി വന്നില്ലേ? ജ്യോതിയോ? അതേന്ന്, നിങ്ങൾ വിശ്വസിച്ച ആ ജ്യോതി തന്നെ. നിങ്ങളുടെ മോള് ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടി മല്ലിട്ടോണ്ടിരിക്കുക. പക്ഷേ അവിടെ ആ ജ്യോതി ചേച്ചിയോ സന്തോഷമായിട്ട് കുടുംബത്തോടെ കഴിയുക. ഞാൻ ജ്യോതിയെ പോയി കാണാം. അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. തീയാളിപ്പടർന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ? ആ തീയില് ജ്യോതി ചാമ്പലാവും. ചാമ്പലാക്കും. ജ്യോതി, ഞാൻ നിന്നെ ഉപദേശിക്കുവാണെന്ന് നീ കരുതണ്ട. ഇതേ സാഹചര്യം തന്നെ ദാവീദിന് കൂടെ ഉള്ളവർ മുഖേന ഏർപ്പെട്ടിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നവര് ശത്രുക്കളായിട്ട് മാറി. പക്ഷേ അദ്ദേഹം കർത്താവിലുള്ള വിശ്വാസം കൂട്ടിയതേയുള്ളൂ. നീയും അതുപോലെ കർത്താവിനോടുള്ള വിശ്വാസം കൂട്ടുമോളെ. നിന്റെ സാഹചര്യം എല്ലാം മാറും. ശരി മോളെ, എന്നാ ഞാൻ പുറപ്പെടുക. അമ്മേ, ഞാൻ അങ്കിളിനെ ആ വഴി വരെ ഒന്ന് കൊണ്ടുവന്നാക്കിട്ട് വരാം. ശരി മോനെ.
ജ്യോതി ചേച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടാ. എനിക്ക് ആ ചേച്ചിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇതുവരെ എൻ്റെ കൂടെ പല പ്രാവശ്യം ആ ചേച്ചി യേശുവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും മതം മാറാൻ ചേച്ചി എന്നോട് പറഞ്ഞിട്ടേയില്ല. അപ്പോൾ ആരോ ചേച്ചിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ആ, ഇപ്പോഴാ പഴയ ജ്യോതിയെ കാണാൻ സാധിച്ചത്. അതെ അമ്മേ. സത്യമാണെങ്കിൽ ജീവിത അവസാനം വരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കർത്താവിൽ നമ്മൾ ശക്തരായില്ലെങ്കിൽ ആത്മഹത്യയിൽ ചെന്ന് അവസാനിക്കും. വളരെ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് നല്ല പിന്തുണയാണ് നൽകിയത്. ആ പേഴ്സ് എടുക്കുമോനെ. അമ്മ എന്നിട്ട് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? മേലെ തെരുവിലെ മാരിയപ്പന്റെ മകന് എന്തോ അസുഖമാണെന്ന്. ഞാനൊന്ന് അവിടം വരെ പോയി നോക്കിയിട്ട് വരാം. ചേട്ടാ. ഉം. എന്തുവാ? ജ്യോതി, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നതിനായി സഹോദരി വസന്തി പോൾ അവர்கள் നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേട്ട് നിങ്ങളും കർത്താവിന്റെ അനുഗ്രഹം സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകം പേർ സാക്ഷ്യങ്ങൾ എഴുതി അയക്കുന്നുണ്ട്, നേരിൽ കാണുമ്പോഴും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവ് ഈ പരിപാടിയിലൂടെ കുടുംബങ്ങൾക്കുള്ളിൽ കർത്താവ് മഹത്വമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അനേകം കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നു. ഞങ്ങൾക്കറിയാതിരുന്ന കാര്യങ്ങൾ പോലും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അതെല്ലാം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ പൊടി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്ക എന്ന തലക്കെട്ടിലാണ് കർത്താവിന്റെ വചനം കേൾക്കാൻ പോകുന്നത്. പൊടി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റിരിക്കുക. ഇവിടെ പൊടി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. താനേ വന്ന് നമ്മുടെ ദേഹത്ത് പറ്റിപ്പിടിക്കുന്ന പൊടിയുണ്ട്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ദേഹത്ത് വന്ന് പറ്റിപ്പിടിക്കുന്ന പൊടിയുണ്ട്. ഇങ്ങനെ പലപ്പോഴും പൊടി പിടിക്കും. ഈ പൊടിയോടൊപ്പം നമുക്ക് ജീവിക്കാൻ കഴിയുമോ? നമ്മുടെ ശരീരത്തിൽ പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരുതരം അണീസിനെസ് ആയിരിക്കും, ഫ്രീ ആയിരിക്കാൻ പറ്റില്ല. പൊടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുടുംബഭാരം, ഭർത്താവിനെ കുറിച്ചുള്ള വിഷമം, മക്കളെക്കുറിച്ചുള്ള വിഷമം, കടം തീർക്കാൻ എന്താണ് ചെയ്യുക, അതുപോലെ മനോവിഷമം, അവരെന്നെ ഇങ്ങനെ തെറ്റായിട്ട് പറഞ്ഞല്ലോ, എന്റെ അമ്മായിയമ്മ എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞല്ലോ, എന്നെ എല്ലാരും ഇങ്ങനെ പറയുന്നല്ലോ, ഞാൻ ഇതിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ട് പുറത്തു വരിക, ഇങ്ങനെയുള്ള പല വിധത്തിൽ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന് അനേകം പേർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരാനാകാതെ പല പോരാട്ടങ്ങളെയും നേരിടുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്, ഇതുപോലെ വരുന്ന പ്രശ്നങ്ങളും പോരാട്ടങ്ങളും എല്ലാം പൊടി പോലെയാണ്, അത് കുടഞ്ഞു കളയുക, ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവൻ പറയുന്നു. അതേപോലെ മറ്റൊരു കാര്യം, മുൻപ് നടന്നതൊക്കെ ഓർക്കാതെ പഴയതൊക്കെ മറന്നു കളയുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് കർത്താവ് പറയുന്നു.
അങ്ങനെ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റുന്നതിനായി, ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതിനായി, അവന് മുൻപാകെ ചെല്ലാനാവാത്ത വിധം, പ്രാർത്ഥിക്കാനാവാത്ത വിധം, കർത്താവിന്റെ ഉപദേശം കേൾക്കാനാവാത്ത വിധം പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്, പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്, ഇതൊരു വലിയ ഭാരമായി തലയിൽ പേറിക്കൊണ്ട് നടക്കുന്നതാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ന് നിങ്ങളായാലും നിങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവ് പറഞ്ഞ ഒരു വാക്ക്, അമ്മായിയമ്മ പറഞ്ഞ ഒരു വാക്ക്, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഏതോ ഒരു വാക്ക് നിങ്ങളെ അപ്പാടെ മാനസിക വിഷമത്തിലാക്കി. അത് നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന വിധത്തിലായിരിക്കുകയാണ്. എത്രയോ പേര് ഇന്ന് മാനസിക നില തകരാറിലായി നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല, ചെറിയ നിസ്സാര കാര്യമായിരിക്കും. അത് ഊതിപ്പെരുപ്പിച്ച് അതൊരു വലിയ ഭാരമായി ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നാം നേരിടുന്ന പ്രശ്നങ്ങൾ, അനുദിനം നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പോരാട്ടങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രീതിയിൽ, മനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഇടം കൊടുക്കാൻ പാടില്ല. അതിനെ ഒരു പൊടി പോലെ കുടഞ്ഞു കളഞ്ഞ് എന്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള ആ വിശ്വാസമാണ് കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്റെ പരിചയത്തിൽ ഒരു സഹോദരിയുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 പെൺമക്കളും ഉണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞ് ആ 2 പെൺമക്കളും ജനിക്കുന്നത് വരെ അവരുടെ കുടുംബത്തിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളാണ്. എപ്പോഴും ആ ഭർത്താവ് പറയുമെന്ന്, നിന്നെ കാണുന്നതേ എനിക്കിഷ്ടമല്ല, നിന്റെ മുഖം കാണുന്നതേ എനിക്കിഷ്ടമല്ല, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പ് വരികയാണ്, നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമെന്ന്. ഈ സഹോദരി ഒരു പഞ്ചപാവമാണ്, യാതൊരുവിധ വഴക്കിനും പോകുന്നവരല്ല. എങ്കിലും ഈ ഭർത്താവിന് ആ സഹോദരിയെ കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പാണ്, മനസ്സിലൊരു കയ്പ് മനോഭാവം. അവരെപ്പോഴും നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു എന്നറിയാമോ? ഞാൻ ഇന്ന് നിന്നെയും മക്കളെ ഉപേക്ഷിച്ചു പോവുകയാണ്, ഇനി നീ എന്നെ അന്വേഷിക്കരുത്, നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞ് വീട് വിട്ടു പോയി. ഈ സഹോദരി എന്ത് ചെയ്യണമെന്നറിയാതെ ആ 2 പെൺമക്കളെയും കൊണ്ട് വീട്ടിനകത്ത് തന്നെ കഴിഞ്ഞുകൂടി. എന്താണ് പ്രശ്നം? യാതൊരു കാരണവുമില്ല. എന്തോ ഒരുതരം കയ്പും വെറുപ്പും പിശാച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിനാൽ ആ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് പോയി. ആ 2 പെൺമക്കളെയും കൊണ്ട് ആ സഹോദരി ആ വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം ചെലവായി പോയി. മക്കളുടെ വിശപ്പ് അകറ്റാൻ പോലും അവരുടെ കയ്യിൽ കാശില്ല. അയ്യോ, ഞാൻ എന്റെ മക്കളുടെ വിശപ്പ് മാറ്റാൻ ഇനി എന്ത് ചെയ്യും? ഒരു 50 പൈസ പോലും അവരുടെ കയ്യിൽ ഇല്ലാത്ത ഒരു ചുറ്റുപാട്. അത്തരം ഒരു കഷ്ടത അനുഭവിച്ച ചുറ്റുപാടിൽ 2 പെൺമക്കളെയും കൊണ്ട് അവർ വല്ലാതെ കഷ്ടം അനുഭവിച്ചു. ഒറ്റയ്ക്ക് ആ പെൺമക്കളെയും കൊണ്ട് കുറെ നാളുകൾ ആ വീട്ടിൽ തന്നെ അടഞ്ഞു കിടന്നു. അങ്ങനെ ഒരു ദിവസം അവർ തീരുമാനിച്ചു, കർത്താവ് എന്നെ വെറുത്തിട്ടില്ല, ഭർത്താവാണ് എന്നെ വെറുത്ത് ഉപേക്ഷിച്ചിട്ട് പോയത്, ഞാൻ കർത്താവിങ്കിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ദേവാലയത്തിലേക്ക് പോയി. രാവിലെയും വൈകിട്ടും ആ ദേവാലയം തുറന്നിരിക്കും. ഒരു ദിവസം വൈകുന്നേരം ആ ദേവാലയം തുറന്ന ഉടനെ കർത്താവിന് മുൻപാകെ ചെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖവും ഭാരവും, അവരുടെ ഭർത്താവ് പറഞ്ഞ വാക്കുകളും, എന്തൊക്കെ വാക്കുകളാണോ അവരെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ചത്, അവയെല്ലാം ദൈവം മുൻപാകെ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞ് ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു നിലവിളിച്ചെന്ന്. ആ ദേവാലയത്തിൽ കർത്താവിന് മുൻപാകെ എല്ലാം തുറന്നു പറഞ്ഞിട്ട് ആ ഭാരമെല്ലാം ഇറക്കി വെച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാകുന്നത് പോലെ തോന്നിയെന്ന്. എല്ലാ ഭാരവും ഇറക്കി വെച്ചതുപോലെ. അങ്ങനെ അവർ തുടർന്ന് ദിവസവും ദേവാലയത്തിലേക്ക് പോകാൻ തുടങ്ങി. ദിവസവും ദേവാലയത്തിലേക്ക് പോയി, കർത്താവെ, അകാരണമായി എന്റെ ഭർത്താവ് എന്നെയും മക്കളെയും വിട്ടുപോയി, എങ്ങനെയെങ്കിലും അദ്ദേഹം തിരിച്ചു വരണം, എന്റെ മക്കളുടെ പഠിത്തത്തിന് സഹായിക്കണം. കർത്താവിനോട് പറഞ്ഞു, ഏതൊരു കാര്യമായാലും അവർക്കത് തുറന്നു പറയാൻ ആരുമില്ല. വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, ആ ഗ്രാമത്തിൽ അവരുടെ ബന്ധുക്കളായിട്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരും പറയും, ഭർത്താവ് ഉപേക്ഷിച്ചവളാണ്, ഭർത്താവിന് ഇവളോട് വെറുപ്പാണ്. ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് അവരെ മനോവിഷമത്തിലാക്കി. ഇവള് നല്ലവളാണെങ്കിൽ എന്തിനാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയത്? അവള് കേൾക്കുന്ന വിധം എല്ലാവരും അവളെ കുറ്റം പറഞ്ഞ് ആ ഒരു മനോവിഷമമായിരുന്നു അവൾക്ക്. ഓരോ ദിവസവും ആ ദുഃഖത്തോടുകൂടി അവരാ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 4 മാവടിയിൽ നടക്കുന്ന ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് അവരറിഞ്ഞ് അവരുടെ അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങി ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്നു. ഇവിടെ വന്ന സമയത്ത് സഹോദരൻ അവർ സംസാരിച്ച ഓരോ വാക്കും അവർക്ക് ആശ്വാസം നൽകുന്നതായിരുന്നെന്ന്. അന്ന് തന്നെ അവരൊരു തീരുമാനമെടുത്തു, കർത്താവെ, അങ്ങ് എനിക്ക് ഇത്രത്തോളം ആശ്വാസം നൽകുന്നു, ഇനി ഞാൻ അങ്ങയെ ഉപേക്ഷിക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പോരാട്ടങ്ങൾ വന്നാലും, എന്തൊക്കെ കുത്തുവാക്കുകൾ എന്നെ കാണുന്നവരെല്ലാവരും പറഞ്ഞാലും, കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും, ഇനി ഞാൻ അങ്ങയെ വിട്ടു പോകില്ല എന്ന് തീരുമാനിച്ച് അന്നേ ദിവസം അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള, എന്നെപ്പോലെ ബന്ധനത്തിലായി എന്നെപ്പോലെ ഉള്ളവർക്കായി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആ കൃപ നൽകണമേ എന്ന് അവരുടെ ഉള്ളിൽ ഒരു ആശ്വാസം നേടിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചുപോയി.
കർത്താവ് അവരുടെ ആ പ്രാർത്ഥനയെല്ലാം കേട്ടു. അവരാ പ്രശ്നങ്ങളെയും പോരാട്ടങ്ങളെയും കുടഞ്ഞു കളഞ്ഞിട്ട് കർത്താവ് മാത്രം എനിക്ക് മതി എന്ന് കർത്താവിനെ മുറുകെ പിടിച്ചു. അവർ ദേവാലയത്തിലേക്ക് ചെന്ന് ഇന്നും ഇതേപോലെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ആ ഭർത്താവ് തിരിച്ചു വന്നു എന്ന്. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയി, നിന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയിട്ട് എന്റെ മനസാക്ഷി എന്നെ കുത്തി നോവിപ്പിക്കുന്നു. എന്നോട് ആരോ സംസാരിക്കുന്നത് പോലെയുണ്ട്. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ഭർത്താവ് തിരിച്ചു വന്നു പറഞ്ഞെന്ന്. പക്ഷേ അവർക്ക് വേണ്ടത്ര വരുമാനമില്ല. കുടുംബം പുലർത്തുവാനായി വേണ്ടത്ര വരുമാനമില്ല. അങ്ങനെ ഈ സഹോദരി ദൈവം മുൻപാകെ പ്രാർത്ഥിച്ച് അവരുടെ ഭർത്താവിന് ചെറിയ ഏതോ ജോലി കിട്ടിയെന്ന്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരാൾ വന്ന് 2 പ്ലോട്ടുണ്ട്, അതൊന്ന് വിൽക്കാൻ ഏർപ്പാടാക്കി തരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്ന്. കർത്താവ് അങ്ങനെ അന്നേ ദിവസം അവർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൊടുത്ത് ഇന്നവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി നല്ല കാറും വീടും കർത്താവ് കൊടുത്ത് ആ മക്കളെ പഠിപ്പിച്ച് മൂത്ത പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. ഇളയ മകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം കർത്താവ് ആ സഹോദരിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. വീടിനകത്ത് തന്നെ അടഞ്ഞുകൂടി കിടന്നിരുന്നെങ്കിൽ ഈ അനുഗ്രഹം കിട്ടുമായിരുന്നോ? ഭർത്താവിന്റെ കുത്തുവാക്കുകളും ബന്ധുക്കളുടെ വാക്കുകളും കേട്ട് കരഞ്ഞ് വേദനിച്ച് വീടിനകത്ത് തന്നെ കിടന്നിരുന്നെങ്കിൽ ഈ അനുഗ്രഹം കിട്ടുമായിരുന്നോ? ആ പ്രശ്നങ്ങളെ, ആ പോരാട്ടങ്ങളെ, ആ കുത്തുവാക്കുകളെ, ആ വിഷമങ്ങളെ എല്ലാം അവർ കുടഞ്ഞു കളഞ്ഞിട്ട് കർത്താവിനെ തേടി അവർ വന്നു. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഇന്ന് ആ സഹോദരി അനുഗ്രഹീതയായിരിക്കുന്നു. കർത്താവിന് വളരെ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്നു. അവരെ പോലെ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്ക് കർത്താവിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് ഇവിടെ യേശു വിടുവിക്കുന്നു ശുശ്രൂഷ സ്ഥാപനത്തിൽ വന്ന് ധാരാളം ട്രാക്സ് വാങ്ങിച്ചു കൊണ്ടുപോയി എല്ലാ ഷോപ്പിംഗ് മാളിലും കൊണ്ടുപോയി കൊടുത്ത് കർത്താവിന്റെ വാക്കുകൾ പ്രചരിപ്പിച്ചു കൊണ്ടുവരികയാണ്. കർത്താവിന്റെ നാമം അവർ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, കർത്താവ് നിങ്ങളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഇന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഇന്ന് വേദനിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരുടെ കുത്തുവാക്കുകൾ കേട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് മേലധികാരിയുടെ വാക്കുകൾ കേട്ട് വിഷമിക്കുകയാണോ? അതോ ബന്ധുക്കളും ഭർത്താവും ഉപേക്ഷിച്ച നിലയിലാണോ ഉള്ളത്? ഏതു ചുറ്റുപാടായാലും യേശുവിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് യെശയ്യാവ് 51:7 പറയുന്നു, നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ, മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കയുമരുത് എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ മനുഷ്യർ നമ്മെ കുറ്റം പറഞ്ഞാലും ശരി, നമ്മെ വേദനിപ്പിച്ചാലും ശരി, അവർ നിന്ദിച്ചാലും ശരി, നിങ്ങൾ പേടിക്കരുത്, വിഷമിക്കരുത്. നിങ്ങളുടെ ഭയം അകറ്റാൻ, നിങ്ങളുടെ നിന്ദകളെല്ലാം അകറ്റി നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു ദൈവമുണ്ട് എന്നറിഞ്ഞ് നിങ്ങൾ ഭയപ്പെടാതിരിക്കണം. ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും തളർന്നുപോയി അവിടെ ഇരിക്കും. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഒന്നാമതായി പ്രശ്നങ്ങളെയെല്ലാം കുടഞ്ഞു കളഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുപോലെ യെശയ്യാവ് 52 2 വചനം ഞാൻ വീണ്ടും വായിക്കാം. പൊടി കുടഞ്ഞു കളക, യെരുശലേമേ എഴുന്നേറ്റ് ഇരിക്ക, ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചുകളക. ഈ പ്രശ്നങ്ങളും ഈ കഷ്ടതകളും നിങ്ങളുടെ കഴുത്തിന് ചുറ്റും ബന്ധിച്ചിരിക്കുന്നത് പോലെ ഒരു അവസ്ഥയിലായിരിക്കാം. ഇവിടെ കർത്താവ് പറയുന്നു, അതിനെ അഴിച്ചു കളയുക, അതിനെ കുടഞ്ഞു കളയുക. ഇന്ന് കർത്താവ് നിങ്ങളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബഭാരം കാരണം തളർന്നു പോയിരിക്കുകയാണോ? പ്രശ്നങ്ങൾ കാരണം വിഷമിച്ചിരിക്കുകയാണോ? ഞാൻ ആകെ മടുത്തുപോയി, ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഇനി എനിക്ക് എഴുന്നേൽക്കാനേ പറ്റില്ല, ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് മുൻപിൽ ഇനി ഞാൻ എങ്ങനെയാണ് എഴുന്നേറ്റ് ജീവിക്കുക? എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? അയ്യോ, എന്റെ മക്കളുടെ ഭാവി എന്താകും? എന്റെ ഭർത്താവിന്റെ കാര്യം ഇനി എന്താകും? എന്റെ ഭർത്താവിന് ഈ അസുഖം വന്നിരിക്കുന്നുവല്ലോ, ഈ വ്യാധി എനിക്ക് പിടിപെട്ടുവല്ലോ, എനിക്ക് സൗഖ്യമാകുമോ? എന്റെ മക്കളുടെ ഭാവി എന്താകും? ഇങ്ങനെയുള്ള പല ചിന്തകൾക്ക് നടുവിൽ കുരുങ്ങിക്കിടക്കുകയാണോ നിങ്ങൾ? കടബാധ്യത കാരണം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? സാമ്പത്തിക പ്രശ്നവും പ്രതിസന്ധിയും കാരണം എന്ത് ചെയ്യും, എന്ത് തീരുമാനമെടുക്കും, നാളെ എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് വിഷമിക്കുകയാണോ നിങ്ങൾ? കർത്താവ് നിങ്ങളോടാണ് പറയുന്നത്, കലങ്ങരുത്, ഭ്രമിക്കയുമരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? ഈ പ്രശ്നങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് ഒന്നും ഓർക്കാതെ, നിങ്ങളുടെ മനസ്സിൽ അതിനിടം കൊടുക്കാതെ, പൊടി കുടഞ്ഞു കളയുന്നത് പോലെ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് യേശുവിനെ മുറുകെ പിടിക്കുക. ഇന്ന് കർത്താവിന് മുൻപാകെ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അവനോട് ചോദിച്ചില്ലേ? നിങ്ങളോടാണ് അവൻ സംസാരിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റാൽ മതി, കർത്താവ് നിങ്ങൾക്ക് ശക്തി നൽകും. നിങ്ങൾ എഴുന്നേറ്റാൽ, പൊടിയെല്ലാം കുടഞ്ഞു കളഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റാൽ തന്നെ പിശാച് ലജ്ജിച്ചോടിപ്പോകും. നിങ്ങൾക്കായിട്ടാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. എഴുന്നേൽക്കാൻ തയ്യാറാണോ? എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. സ്നേഹമുള്ള പിതാവേ, അങ്ങയുടെ മനോഹരമായ ഈ വാക്കുകൾ കേട്ട മക്കൾക്കായി അങ്ങേക്ക് സ്തോത്രം.
പൊടി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്ക എന്ന് അങ്ങയുടെ മക്കളോട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളും കഷ്ടതകളും പൊടി പോലെ ഓരോരുത്തരുടെ മേലും പറ്റിപ്പിടിച്ച് അവരെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നു തന്നെ ഒഴിഞ്ഞു പോകട്ടെ. അങ്ങനെയുള്ള ജനങ്ങളെ കർത്താവ് ഉണർത്തേണമേ. അവരെഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി നൽകണമേ. അവരുടെ പ്രശ്നങ്ങളും അവരുടെ പോരാട്ടങ്ങളും അവരുടെ ശരീരത്തിലുള്ള വ്യാധികളും മക്കളുടെ ശരീരത്തിലുള്ള വ്യാധികളും ഭർത്താവിനെ ബാധിച്ചിരിക്കുന്ന വ്യാധികളും എല്ലാം മാറട്ടെ കർത്താവേ. എന്ത് പോരാട്ടമായിരുന്നാലും, അത് സാമ്പത്തിക പ്രശ്നമായാലും കടബാധ്യതയായാലും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് അപമാനിതരായി നിൽക്കുന്ന ചുറ്റുപാടായാലും, എന്റെ ദൈവമായ കർത്താവേ, ഇവരെ അങ്ങ് എഴുന്നേൽക്കുമാറാകണമേ. പൊടി പോലെ എല്ലാ പ്രശ്നങ്ങളെയും കുടഞ്ഞു കളഞ്ഞ് അങ്ങയുടെ മക്കളെ എഴുന്നേൽക്കുമാറാക്കണമേ. നല്ലൊരു ജീവിതം നൽകണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഇവരെ ദുഃഖിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അകറ്റി മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ കർത്താവ് ഇന്നു മുതൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ മക്കൾക്കെല്ലാം ശക്തി പകരുന്നതിനായി, കർത്താവിനായി ഉണർന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ സഹായിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെയും അതുപോലെ മറ്റന്നാളും സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി രാത്രി 7 മണിക്ക് കാണാൻ മറക്കരുത്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.